ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങി നമ്മൾ 3ാമത്തെ വർഷം, അതായത് 3 വർഷം കംപ്ലീറ്റ് ആയി, മുഴുവനായി. ഇന്ന് ഇപ്പോൾ ഇനി വരുന്ന ഇതൊക്കെ നമുക്ക് 4ാം വർഷത്തേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ. അത് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നമ്മളെ എന്തെങ്കിലും പിന്നെ ഔട്ട്ഡോർ വീഡിയോസോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതായിട്ടുള്ള നമ്മൾ നോർമലി സാധാരണ നമ്മൾ കാണിക്കുന്ന അതുപോലത്തെ വീഡിയോ അല്ല. പകരം നമ്മളിപ്പോൾ ഇന്നൊന്നുമില്ല, ഇന്നൊന്ന് റിലാക്സ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്നാമത് നമ്മളിങ്ങനെ വീഡിയോ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യലും, കാരണം വെച്ച് അത് കഴിഞ്ഞ് അപ്ലോഡിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുകയാണ് ഇവിടെ. സാധാരണ നമുക്ക് വെച്ചാൽ ഇങ്ങനെ അത്ര ഒഴിവൊന്നും കിട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം വീഡിയോ ഒന്നും ചെയ്യാതെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതും വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് മറ്റു തരത്തിലുള്ള ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഇടയ്ക്കുണ്ടല്ലോ, നമ്മൾ കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളാണെങ്കിലും ഇതൊന്ന് ഓർക്കുമല്ലോ, നമ്മൾ വന്ന വഴി. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ളൊരിത്. ഒപ്പം അമ്മ, പിന്നെ ഇപ്പം അമ്മേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരു അനുഭവങ്ങളും കാര്യങ്ങളും അമ്മേൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ആണിപ്പോൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നമുക്കൊരു വീഡിയോ നമ്മൾ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുക, ഇപ്പോൾ ഏറെക്കുറെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളുകളെ ഏറ്റവും വലിയൊരു ഡ്രീം തന്നെയാണത്. കാരണം ഇങ്ങനെ വീഡിയോ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവർക്ക്. ഇപ്പോൾ അല്ലാത്ത ആളുകൾക്ക് തന്നെയാണെങ്കിൽ ശരി, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പല ആളുകളെയും പരിചയപ്പെടുന്ന സമയത്ത് ഇപ്പോൾ അതല്ലെങ്കിൽ അവർക്ക് പോലും പലരും പറയുന്നുണ്ട് ഇങ്ങനെ അവർക്ക് ചാനൽ തുടങ്ങണമെന്നുണ്ട്. എല്ലാവർക്കും ഇത് ഒരു ഇഷ്ടമുള്ളതാണ്. നമ്മളൊരു ജോലി പോലെ ചെയ്യുന്ന രീതിയിലുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ അതുപോലെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു പാഷനും കൂടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ചാനൽ തുടങ്ങൽ, പിന്നെ അത് കഴിഞ്ഞ് ആ ചാനൽ തുടങ്ങുന്നത് മാത്രമല്ല, ഇത് തുടങ്ങി അത് മുന്നോട്ട് പോയി, കാരണം ദിവസേന വീഡിയോ ചെയ്ത് അത് മുന്നോട്ട് പോകല് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇതിൻ്റെ മറ്റൊരു സ്വപ്നമാണ്, ഇത് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്വപ്നം തന്നെയാണ്, നമുക്കത് മോണിറ്റൈസ് ആവുക എന്ന് പറയില്ലേ നമ്മൾ. അതായത് നമുക്കതിന് വരുമാനം കിട്ടാൻ ഉള്ള ആ ഒരു സാഹചര്യം. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിന് ഒരുപാട് നിബന്ധനകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിലേക്കല്ല നമ്മൾ പോണത്. അപ്പോൾ അതൊന്ന് അങ്ങനെ ആ ഒരു സ്വപ്നം. അപ്പോൾ അച്ഛൻ നമുക്കൊരു വരുമാനം കൂടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ ഇപ്പോൾ പറയാന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. പണ്ടൊക്കെ നമ്മളൊരു യാത്ര ചെയ്യുകയാണ്, ആ യാത്ര നമ്മൾ കണ്ടുപോരുന്നേ ഉള്ളൂ. പിന്നെ അന്ന് അവിടെ നടന്നതൊക്കെ നമ്മൾ പറയും നമ്മളൊരു മെമ്മറിയിൽ നമ്മൾ ഓർത്തെടുക്കൽ. അപ്പോൾ അത് വേറെ ആരോടെങ്കിലും ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വരുമ്പോൾ അവിടെ തീരുകയാണ് ആ യാത്ര. അവിടെ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളോ ഒന്നും നമ്മളതിന് ബാക്കി വയ്ക്കണില്ല. ആ കാണുന്ന ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അല്ലേ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിച്ചാൽ നിൽക്കുള്ളൂ. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഓരോ കാലഘട്ടം മാറുമ്പോഴത്തെ ഒരു സൗകര്യങ്ങളാണിത്. ഇപ്പം നമ്മൾക്ക് സ്ഥലങ്ങൾ കാണാം. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളത് ഇപ്പം ഇതുപോലെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവർ വീഡിയോ ചെയ്യണം. ആ ചെയ്യുന്ന ആളുകൾക്ക് ഒപ്പം അതിൽ നിന്ന് ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്ത് അവർക്ക് വീണ്ടും അത് കാണണമെങ്കിലൊക്കെ കാണുകയും ചെയ്യുക. അത് നമ്മൾ നേരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കൂടി കിട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യാത്ര ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ സംഗതി അങ്ങനെയാണ്. അത് നമുക്ക് മറ്റേതിപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറേ പൈസ ചിലവാക്കിയിട്ടാണ് ഓരോ സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ചൊക്കെ ഉള്ള ചാർജ് കാര്യങ്ങൾ മറ്റെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ചാർജ് ഇതൊക്കെ സത്യത്തിൽ നമുക്കത് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചാർജ് എല്ലാം നമുക്ക് ചിലവ് തന്നെയാണല്ലോ ഇതൊക്കെ. പക്ഷേ ഇത് ഇങ്ങനെയല്ല. നമ്മൾ ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യാറുള്ള പോലെ അങ്ങനെയാണ്. അതിന് ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുന്നത് അത്തരം വീഡിയോസ് അല്ല എന്നുള്ളതേ ഉള്ളൂ. ആദ്യമൊക്കെ അത്തരം വീഡിയോസ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇഷ്ടം എനിക്ക് അങ്ങനത്തെയാണ്. പക്ഷേ ഒപ്പം നമുക്ക് ആ വരുമാനം കൂടിയും കിട്ടുമ്പോൾ ചെയ്യുന്ന ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. ഇത്രയും വീഡിയോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും അതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകളെ
ഇപ്പോൾ ഈ ചാനലിൻ്റെ നമുക്ക് അത്യാവശ്യം ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇട്ട് നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല പ്രശസ്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പ്രത്യേകിച്ചും ജീവിതത്തിലൊരു ശരിക്കും ഒരു ടേണിംഗ് പോയിൻ്റാണിത് എന്നെ സംബന്ധിച്ച്. ഈ 2022 ഞാൻ ഈ ചാനലിൽ നമ്മളിത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ ഒരു സമയം അതിപ്പോഴും ഞാൻ അങ്ങനെ ഓർക്കണം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ യാത്രേൻ്റെ ഇടയ്ക്ക് വന്ന ഈ മാറ്റങ്ങൾ, കാര്യങ്ങൾ, നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആളുകൾ തിരിച്ചറിയുന്ന നമ്മളെ ആ ഒരു പ്രശസ്തി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ ഏതാൾക്ക് നമ്മൾ ഈ തിരിച്ചറിയുന്നതിൻ്റെ പോലെ തന്നെ നമുക്കിപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതായത് ആളുകൾ തിരിച്ചറിയുന്നു, നമുക്ക് ഈ വീഡിയോ നിന്ന് വരുമാനം കിട്ടുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കണമുണ്ട്. ഈ സ്ഥലത്തേക്ക് നമ്മൾ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. പെട്ടെന്ന് പിടിച്ചിട്ട് ഇപ്പോൾ ഒരാൾ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിലെ വീഡിയോ ആദ്യം ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലാണ് ഒന്ന് പോകണം അവിടെ. അപ്പോൾ അങ്ങനെ പോയി വീഡിയോ ചെയ്യണം. ഇതങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് ആവുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേതിപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ ഒരു യാത്രയായിട്ട് പോകുന്നതല്ലേ. ഇതങ്ങനെയല്ല, നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് യാത്ര ചെയ്യണം. അപ്പോൾ അത് വേറൊരു ത്രില്ലിംഗ് ആണ്. അത് ആ സ്ഥലങ്ങൾ കാണുന്നതും ഇത് നമ്മളൊരു ജോലിയായിട്ട് യാത്രയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണിത്. അതൊന്നും അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഈ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും നമുക്ക് ഇനി അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. പ്രേക്ഷകർ മാക്സിമം നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇങ്ങനത്തെ വീഡിയോയിൽ നിൽക്കുന്ന കമൻറ്റ് ചെയ്യുക, പ്രേക്ഷകരെ അഭിപ്രായങ്ങൾ. നമ്മൾ ഇത്രയും പിന്നെ ഒരുപക്ഷെ നമ്മൾ തുടക്കം മുതൽക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെ പിന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ വരെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ട്. പണ്ട് പിന്നെ റേഡിയോ ഉണ്ടു, പിന്നെ ടി വിയും കാര്യങ്ങളൊന്നുമില്ല, റേഡിയോയിലാണ് കേൾക്കൽ. പിന്നെയാണ് ഇപ്പോൾ ടി വി വന്നു, അപ്പോൾ കമ്പ്യൂട്ടർ, ഫോണിൽ തന്നെ ഇപ്പം സീരിയലൊക്കെ ചിലത് ഫോണിലും കാണാമല്ലോ. അന്നൊക്കെ ഇല്ലൻറ്റിലൊക്കെയാണ് കത്തൊക്കെ എഴുതി വിടുക. പിന്നെ ഇപ്പോഴാണ് പിന്നെ അതൊന്നും വേണ്ട, അപ്പോൾ ഫോൺ വിളിക്കുക. ഫോണിൽ എന്താ വെച്ചാൽ വിളിക്കാനും പറ്റും, സിനിമ ഒക്കെ കാണാനൊക്കെ എല്ലാം നല്ലൊരു സൗകര്യമാണ് ഇപ്പോൾ അത്. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇങ്ങനെയൊന്നും ഇതൊക്കെ വരും എന്നുള്ള ഉറക്കത്തിനും കൂടി വിചാരിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഏതായാലും ചാനലിൽ എത്തിയപ്പോൾ നമ്മളെ ചാനലിപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലമായി. വീഡിയോ കൊല്ല് പിന്നെ എല്ലാവരും അറിയണ ഇതായി ഞാൻ ചാനലിലെത്തിയാൻ. ഇപ്പോൾ പിന്നെ ഞാനും ഞങ്ങൾ 2 ഒരു പൂച്ചയും പെട്ടിക്കുന്നു ഇപ്പോൾ അതിൽ. പൂച്ച ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ അനുസരിച്ചിട്ട് അതിനായിട്ട് നിൽക്കുള്ളൂ. നോക്കുമ്പോൾ അതൊക്കെ ശീലമാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രേക്ഷകർ നമ്മളെ തുടർന്നു ഇപ്പോൾ ഇതുവരെ തന്ന ആ സപ്പോർട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തരണമെന്ന് നമ്മൾ ഒരു അപേക്ഷയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.